ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഡ്യൂക്ക് 250യും ഡൊമിനോർ 250യും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. വളരെ വിരളമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് കോമ്പറ്റീറ്ററാണ് കേട്ടോ. അതായത് രണ്ടും കോമ്പറ്റീറ്ററാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു വണ്ടി കൂടെ കിട്ടിയാൽ പൊളിക്കും കേട്ടോ, ജിക്സർ 250യും കൂടെ. സോ ഈ രണ്ട് 250യും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ഗൈസ്, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ാണ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം പേജും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് സംശയം വേണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള രണ്ടിൻ്റെ ലുക്കാണ് കേട്ടോ. ഡ്യൂക്കും ഡൊമിനോറും തമ്മിൽ ലുക്കിൻ്റെ കാര്യം തൊട്ട് തന്നെ ഭയങ്കര കമ്പാരിസൺ കിടക്കാനായിട്ട്. ഇപ്പോൾ ഡ്യൂക്ക് നോക്കുകയാണെങ്കിൽ ഒരു നേക്കഡ് ലുക്കാണ് കേട്ടോ. പക്ഷേ ഡൊമിനോർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ബൾക്കി ഫീൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഡൊമിനോറിന് ഇടുന്നത്. പക്ഷേ ആ ലുക്കിൽ മാത്രമല്ല, ആ ഒരു വെയിറ്റിൻ്റെ കാര്യത്തിലും ഡൊമിനോർ കുറച്ചധികം വെയിറ്റ് കൂടുതലാണ് കേട്ടോ ഡ്യൂക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലുക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡൊമിനോറിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുന്നവരും കാണും, ഡ്യൂക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുന്നവരും കാണും കേട്ടോ. നമ്മുടെ ഈ വീഡിയോ കാണുന്നതല്ലേ. ഇപ്പോൾ ഡ്യൂക്കിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു തികച്ചും ഒരു നേക്കഡ് വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണ് ഡ്യൂക്കിൻ്റെ ലുക്ക് വരുന്നത്. കാരണം ഡ്യൂക്കിൻ്റെ ഒരു അടയാളം തന്നെയാണ് ഡ്യൂക്കിൻ്റെയൊക്കെ ഷാസി വരുന്നത് കേട്ടോ. ഈ ഒരു ഷാസി വെളിയിൽ കാണിച്ചു വരുന്ന ആ ഒരു ലുക്ക് മിക്കവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലുതായിട്ട് ഇഷ്ടമില്ല കേട്ടോ. കാരണം ഈ ഒരു വയറിങ് എല്ലാം വെളിയിൽ വരുന്ന നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു ഷാസി വെളിയിൽ വരുമ്പോൾ എനിക്ക് തോന്നാം കേട്ടോ. പക്ഷേ ഡൊമിനോറിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൾക്കി ഫീലാണ് ഡൊമിനോറിന് പറഞ്ഞ കേട്ടോ. കാരണം നമ്മുടെ ഷാസിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫുൾ കവേർഡാണ്. ഈ ഒരു കവറിൻ്റെ അകത്താണ് വണ്ടിയുടെ ഷാസിയും കാര്യങ്ങളും പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് തന്നെ വയറിങ് കിറ്റും കാര്യങ്ങളെല്ലാം ഹിഡൻ ആണ്. അതിൽ ഫുൾ ഒരു ഹിഡൻ ആയിട്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ലുക്കിലാണ് ഡൊമിനോറിൽ പറഞ്ഞ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു, ഡ്യൂക്ക് എന്ന് വെച്ചാൽ ഒരു നേക്കഡ് ലുക്കിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡ്യൂക്ക് ഇറക്കാൻ പറ്റൂ. ആ ഒരു ഷാസി വെളിയിൽ കാണിച്ചിട്ടുള്ളൂ. ഇത് ഡ്യൂക്കിൻ്റെ അടയാളമാണ് കേട്ടോ ഈ ഒരു ഷാസി. പക്ഷേ BS6 E20 വെർഷനിൽ വരുന്ന ഡ്യൂക്കിനെന്ന് വെച്ചാൽ ഷാസിക്ക് അത്യാവശ്യം കവേർഡാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലത്തെ സീറ്റ് കവളൊക്കെ ഫുൾ അലോയ് ആണ് കേട്ടോ. അത് ഒരു പ്രത്യേകതയാണ്. ഫുൾ അലോയ് ആണ്. ബാക്കിലത്തെ സീറ്റ് കവളും ബാക്കി ഭാഗങ്ങളും എല്ലാം ഫുൾ അലോയ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഡ്യൂക്ക് 250 ആയാലും ഡ്യൂക്ക് 390 ഇപ്പോൾ ഇറങ്ങുന്നതിൽ ഫുൾ അലോയ് ആണ് ബാക്കിൽ വരുന്നത്. പക്ഷേ ഡൊമിനോറിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കവളിലോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഇറങ്ങിയത് തൊട്ട് ഇന്ന് വരെയും അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അതായത് കളർ സ്കീമിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിലും വണ്ടി ഇറങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെയും ലുക്കിൻ്റെ കാര്യത്തിൽ ഡൊമിനോർ ഒരുപോലെ തന്നെയാണ് കേട്ടോ. ആകെ ഡൊമിനോറിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്, അതായത് BS6 മാറ്റം വരുത്തിയിട്ടുള്ളത് സൈലൻസറിൻ്റെ ഭാഗം മാത്രമാണ്. സൈലൻസർ ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സൈലൻസറിൽ വന്നിട്ടുള്ള മാറ്റം. പക്ഷേ ഡ്യൂക്കിലോട്ട് വരുമ്പോൾ സിംഗിൾ ബാരൽ എക്സോസ്റ്റാണ് ഡ്യൂക്കിൽ വരുന്നത്. അത്യാവശ്യം നീറ്റ് സൗണ്ട് ചെയ്യാനാണ് കേട്ടോ ഡ്യൂക്കിൽ വരണം. ഈ ഒരു എക്സോസ്റ്റിൽ നമുക്ക് DB കില്ലർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. DB കില്ലർ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാൻ അത്യാവശ്യം ബാസിയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ DB കട്ട് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ചെയിൻ, അതായത് സ്പ്രോക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൂസിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്നത്, അതായത് 390 കാണുന്ന ഒരു സ്പ്രോക്കറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഡൊമിനോർ 250 പോകുമ്പോൾ ബാക്കിലെ സ്പ്രോക്കറ്റ് നമ്മുടെ NS വരുന്ന സെയിം സ്പ്രോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഷാസി നമുക്ക് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ NS വരുന്ന അതേ ഒരു ചേസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഡൊമിനോറിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നട്ടെ. അതായത് 400 അപേക്ഷിച്ച് നോക്കുമ്പോൾ 250 വരുന്ന ഒരു പോരായ്മയാണ്. അത് ഒരു പക്ഷേ റേറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാവാം. പക്ഷേ ഇപ്പോൾ ഡൊമിനോർ 400 250 തമ്മിൽ റേറ്റിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നില്ലെങ്കിലും ബാക്കി കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് വരുന്നുണ്ട് 400 250 തമ്മിൽ. പവറിൻ്റെ കാര്യത്തിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും രണ്ടും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് വരണുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ലുക്കിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം നീറ്റ് ലുക്ക് തന്നെയാണ്. രണ്ടും ബാക്കിൽ നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ലുക്ക് നോക്കേണ്ട കാരണം എൻ്റെ ഡൊമിനോറിൽ ടെയിൽ ടൈഡ് ഉണ്ട്. 250 ടെയിൽ ടൈഡ് കട്ട് ചെയ്ത് ഷോർട്ട് ടെയിൽ ടൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 250 കുറച്ചൊരു ലുക്ക് തോന്നാനായിട്ടുള്ള കാരണം. നമ്മുടെ ഡൊമിനോറിൽ ടെയിൽ ടൈഡ് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഡൊമിനോറിൽ ചെറിയ ലുക്കിൻ്റെ കാര്യത്തിൽ അപാകത തോന്നണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിനിലോട്ട് പോകാം കേട്ടോ. ഡ്യൂക്കിൻ്റെ എഞ്ചിനിലോട്ട് പോകുകയാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ 4 വാൾവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കേട്ടോ ഡ്യൂക്കിൽ വരുന്നത്. 249 cc എഞ്ചിനാണ് ഡ്യൂക്കിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഡൊമിനോറിലോട്ട് പോകുമ്പോൾ 248.77 cc എഞ്ചിനാണ് ഡൊമിനോറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഡ്യൂക്കിൽ വരുമ്പോൾ സിംഗിൾ സിലിണ്ടർ 4 വാൾവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 249 cc ആണ് വണ്ടിയുടെ എഞ്ചിൻ കേപ്പബിലിറ്റി വരുന്നത് കേട്ടോ. പിന്നെ മാക്സിമം ടോർക്ക് നോക്കുകയാണെങ്കിൽ
25 NM ടോർക്ക് 7250 RPM റിലീസ് ആവണം കേട്ടോ. ടോർക്കിൻ്റെ കാര്യത്തിലും രണ്ടും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്യൂക്കിൻ്റെ ടോർക്ക് എന്ന് വെച്ചാൽ 25 NM ടോർക്ക് 7250 RPM റിലീസ് ആവണം കേട്ടോ. നമുക്ക് എന്തായാലും ഡൊമിനോറിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റിയിലോട്ട് പോകാം. ഡൊമിനോറിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 248.77 cc എഞ്ചിനാണ് കേട്ടോ. 248.77 cc എഞ്ചിനാണ് ഡൊമിനോറിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി പറഞ്ഞത് കേട്ടോ. DTSA നമ്മുടെ ഡൊമിനോറിനും ബജാജിൻ്റെ സ്വന്തം DTSA എഞ്ചിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൾവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ ഡൊമിനോറിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നീറ്റാണ്. എഞ്ചിൻ ഭാഗത്ത് നോക്കുമ്പോൾ ഇതിന് 249 cc ആണെങ്കിൽ ഇതിന് 248.77 cc എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ടോർക്ക് എന്ന് വെച്ചാൽ 23.5 NM ടോർക്ക് 6500 RPM റിലീസ് ആവണം കേട്ടോ. ടോർക്കിൻ്റെ കാര്യത്തിലും അത്യാവശ്യം ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഡൊമിനോർ ഇനിഷ്യൽ ഡൊമിനോർ പിടിക്കും, ഹൈ എൻഡ് ഡ്യൂക്ക് പിടിക്കുന്ന കേട്ടോ. എന്തായാലും നമുക്കൊരു സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളും നമ്മളെ ചാനലിൽ നടത്താനുള്ള, പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് റോഡ് എടുത്തിട്ട് അവിടെ ഒരു സ്പീഡ് ടെസ്റ്റ് നടത്താം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഡൊമിനോർ 250 ഡ്യൂക്ക് 250 തമ്മിലുള്ള സ്പീഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് റോഡ് നമ്മൾ എടുത്തിട്ട് അവിടെ ഒരു സ്പീഡ് ടെസ്റ്റ് നമ്മൾ നടത്താനായിട്ട് പ്ലാൻ ചെയ്യാം. എന്തായാലും പബ്ലിക് റോഡിൽ നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ഇതൊന്നും കാണിക്കത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ ബാക്കി ഭാഗങ്ങളിലോട്ട് പോകാം. ഇനി വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും LED ഹെഡ്ലൈറ്റ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ഇതിൽ 6 pack LED ഹെഡ്ലൈറ്റ് ആണ്. പക്ഷേ ഡൊമിനോറിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ മാരകമാണ് കേട്ടോ. വിസിബിലിറ്റിയുടെ കാര്യത്തിലായാലും എന്തിലായാലും ഡൊമിനോറിൻ്റെ ഹെഡ്ലൈറ്റ് മാരകമാണ്. അതിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നല്ല ഹെഡ്ലൈറ്റാണ്, നല്ല വിസിബിലിറ്റി തരണുണ്ട്. ഇപ്പോൾ ടൂറൊക്കെ പോകുന്നവർക്ക്, അതായത് ട്രിപ്പൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം ഒരു എക്സ്ട്രാ ലൈറ്റൊക്കെ വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അല്ലെങ്കിൽ നോർമൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഡ്യൂക്കിന് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഡിസൈനാണ് ഡ്യൂക്കിൽ എടുത്ത് നിൽക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് RGB ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള വർക്ക് നമുക്ക് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ പെൻഡിങ് ആണ്. അതൊക്കെ എന്തായാലും നമ്മുടെ ചാനൽ വൈകാതെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ 6 pack LED ഹെഡ്ലൈറ്റ് ആണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെയാണ് ഇതിലും വരുന്നത് കേട്ടോ. രണ്ടിലും ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെയാണ്. ഇനി USD 4 വരുമ്പോൾ ഇതിൽ WPD USD 4 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡൊമിനോറിനും USD 4 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. USDയുടെ കാര്യത്തിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് 250ക്കും 390ക്കും ഒരേ USD 4 ആണ് പറഞ്ഞത്. അത് പക്ഷേ നമ്മുടെ ഡൊമിനോറിലോട്ട് വരുമ്പോൾ USD 4 നമ്മൾ നല്ല വ്യത്യാസം പറഞ്ഞത്. ഡൊമിനോറിന് 37 mm USD 4 ആണ്. പക്ഷേ ഡ്യൂക്കിലോട്ട് വരുമ്പോൾ 43 mm USD 4 ആണ് ഡ്യൂക്കിൽ വരുന്നത്. രണ്ട് തമ്മിൽ USD 4 കാര്യത്തിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ റൈഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു വ്യത്യാസം ഇതിൽ ചെയ്യില്ല കേട്ടോ. ഡൊമിനോറിനായാലും ഡ്യൂക്കിനായാലും 4ൻ്റെ അതായത് സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഒരേ ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ റൈഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. അടുത്ത നമുക്ക് കമ്പാരിസണിൽ വരുന്ന വെച്ചാൽ അലോയ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡൊമിനോറിന് കൊടുത്തിട്ടുള്ളത് ഡയമണ്ട് കട്ട് അലോയ് ആണ്. പക്ഷേ അതിലൊരു സ്റ്റീൽ പ്ലേറ്റിംഗ് കൊടുത്തിട്ടില്ല, കട്ടിങ് ഡയമണ്ട് കട്ടാണ് പറഞ്ഞത്. പക്ഷേ ഡ്യൂക്കിൽ വരുമ്പോൾ കറക്റ്റ് ഒരു ലൈൻ കട്ടാണ് കേട്ടോ. ഡ്യൂക്കിൻ്റെ അലോയ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഓറഞ്ച് അലോയിൽ അത്യാവശ്യം നല്ല ലുക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് ചേർന്ന അതേ സെയിം അലോയ് തന്നെയാണ് അത്യാവശ്യം ലുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൊമിനോറിനായാലും അതുപോലെ തന്നെയാണ് കേട്ടോ. വണ്ടിക്ക് ചേർന്ന അതേ അലോയ് തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അലോയ് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഡൊമിനോറിൻ്റെ അലോയ് നിങ്ങൾക്ക് അറിയാമല്ലോ. 400 ആണെങ്കിൽ കറക്റ്റ് ഡയമണ്ട് കട്ട് അലോയ് ആണ്. പക്ഷേ 250 വരുമ്പോൾ ഡയമണ്ട് കട്ടിൻ്റെ ആ ഒരു സിൽവർ ലൈൻ കാണില്ല. ബാക്കിയെല്ലാം കറക്റ്റ് അതേ അലോയ് തന്നെയാണ് 250ക്കും വരുന്നത് കേട്ടോ. ഇനി നോക്കുന്നത് മീറ്ററിലോട്ടാണ്. മീറ്റർ കൺസോളിലാണ് കറക്റ്റ് കംപ്ലീറ്റും ഡിഫറൻസ് ഇരിക്കുന്നത് കേട്ടോ. ഡ്യൂക്ക് 250യും ഡൊമിനോർ 250 തമ്മിൽ പ്രൈസിൻ്റെ കാര്യത്തിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മീറ്ററിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ കീ സെറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡ്യൂക്കിൽ വരുന്നത് ടാങ്കിനോട് ചേർന്നാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഡൊമിനോറിൽ വരുമ്പോൾ കറക്റ്റ് നമ്മുടെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഹെഡിലാണ് കീ സെറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഡ്യൂക്കിലോട്ട് വരുമ്പോൾ കറക്റ്റ് ടാങ്കിനോട് ചേർന്നാണ് കീ സെറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും ഡ്യൂക്കിൻ്റെ മീറ്റർ എന്തായാലും ഓണാക്കി നോക്കാം. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം, ഇതിലൊരു ഓക്ക് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇതിൽ നമുക്ക് കിൽ സ്വിച്ച് വാണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മോഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് മൈലേജ് അറിയാൻ പറ്റും, അതുപോലെ നമുക്ക് ഫ്യൂൽ റേഞ്ച് അറിയാൻ പറ്റും, ആവറേജ് സ്പീഡ് നമ്മൾ ട്രിപ്പ് 1 എത്ര കയറിയിട്ടുണ്ടെന്നും പിന്നെ ട്രിപ്പ് 2ൻ്റെ ആവറേജ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ മോഡുണ്ട്, നമുക്ക് റോഡ് മോഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോഡൊക്കെ നമുക്ക് കമ്പനി സെറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ABS വാണിംഗ് ഉണ്ട്, ഇൻഡിക്കേറ്റർ വാണിംഗ് ഉണ്ട്, വാണിംഗ് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ലോ ഫ്യൂൽ ആയതുകൊണ്ടാണ് വാണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നത് കേട്ടോ. പിന്നെ എഞ്ചിൻ വാണിംഗ് ഉണ്ട്, RPM വാണിംഗ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത്രയുള്ള നമ്മുടെ ഡ്യൂക്കിൽ വരുമ്പോൾ ഉള്ള ഒരു മീറ്റർ കൺസോൾ വരുന്നെങ്കിൽ. പക്ഷേ നമ്മുടെ ഡൊമിനോറിൽ വരുമ്പോൾ മീറ്റർ കൺസോളിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ. അതായത് പ്രൈമറി മീറ്ററും സെക്കൻഡറി മീറ്ററും കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വാണിംഗ് കാര്യങ്ങളെല്ലാം സെക്കൻഡറി മീറ്ററിലും കൊടുത്തിട്ടുള്ളത്. ഇതൊരു റിവ്യൂ അല്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാത്ത കേട്ടോ. നമ്മുടെ വാണിംഗ് കാര്യങ്ങളെല്ലാം സെക്കൻഡറി മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബാറ്ററി വാണിംഗ്, നമ്മുടെ കൂളഞ്ചിൻ്റെ വാണിങ്ങും, ബജാജിൻ്റെ സിമ്പിൾ, ABS വാണിംഗ്, സൈഡ് സ്റ്റാൻഡ് വാണിങ്ങും,
ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റിൻ്റെയും വാണിങ്ങും ഒക്കെ നമ്മുടെ സെക്കൻഡറി മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രൈമറി മീറ്ററിലോട്ട് പോകുമ്പോൾ ഓഡോ മീറ്ററും ട്രിപ്പ് 1ഉം ട്രിപ്പ് 2ഉം മാത്രമേ പ്രൈമറി മീറ്ററിൽ വരണുള്ളൂ കേട്ടോ. പക്ഷേ ഡൊമിനോർ 400 വരുമ്പോൾ മീറ്റർ നല്ല മാറ്റമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്രൈമറി മീറ്ററിൽ RPM ലിമിറ്റ് കൊടുക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കൊടുക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് കൊടുക്കുന്നുണ്ട്, ടൈം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡ്യൂക്കിലോട്ട് വരുമ്പോൾ ടൈം കൊടുക്കുന്നില്ല, അതൊരു വ്യത്യാസമാണ് കേട്ടോ. അത് നമ്മുടെ ഡൊമിനോറിന് ടൈം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഓയിലിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ RPM ലിമിറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വാണിങ്ങിനോട് ചേർന്ന് ഞാൻ RPM ലിമിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഡും സെറ്റും നമുക്കിതിലും പറഞ്ഞുകൊണ്ട് പിന്നെ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതിൽ ഈ സെക്കൻഡറി മീറ്റർ മാറി നമ്മുടെ 400 സെക്കൻഡറി മീറ്റർ കയറ്റണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ കയറ്റുന്നത് ലാഭമാണോ നഷ്ടമാണോ എനിക്കറിയാൻ പാടില്ല. പക്ഷേ കയറ്റണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട്. ഏകദേശം 10-12,000 രൂപ അടുപ്പിച്ച് ഇറങ്ങും. ഫുൾ വയറിംഗ് ഇട്ട് നമുക്ക് മാറിയാൽ മാത്രമേ നമുക്ക് സെക്കൻഡറി മീറ്റർ 400 മീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ അതിൽ കുറച്ചുകൂടി ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ അതിൽ പണിയുണ്ട് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വണ്ടിയിൽ വരുന്ന സ്പെക്കിൻ്റെ കാര്യത്തിൽ വരുന്ന മാറ്റം. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഫുള്ളും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്ത് തരാം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യട്ടോ. ബാക്കി റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും റൈഡ് എടുക്കുന്ന ഭാഗത്ത് പറഞ്ഞുതരാം. ഇനി നമുക്ക് എന്തായാലും റൈഡിങ്ങിലോട്ട് പോകാം കേട്ടോ. ഗൈസ് നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടോ. എന്തായാലും ഇതൊക്കെ ആവശ്യം അത് 1 വർഷമായ വണ്ടിയാണ്, ഇത് 1.5 വർഷമായ വണ്ടിയാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സൗണ്ടും കൂടെ ഇനി കേൾപ്പിച്ചില്ല എന്ന് പറയണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് കേട്ടോ കേട്ടോ. ഇത് വണ്ടി ഇനിഷ്യലിൽ നിൽക്കുമ്പോഴുള്ള സൗണ്ടാണ്, നമ്മുടെ ഡ്യൂക്ക് 250യുടെ ഇനിഷ്യൽ സൗണ്ടാണ് ഇത് പറഞ്ഞ കേട്ടോ. ഇതാണ് റവ്വിങ്ങിൽ വരുന്ന സൗണ്ട്. നമുക്ക് എന്തായാലും ഡൊമിനോറിൻ്റെ സൗണ്ട് നോക്കാം കേട്ടോ. ഡൊമിനോറിന് അത്യാവശ്യം ബാസി സൗണ്ടാണ് ഡൊമിനോറിന് പറഞ്ഞ കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഡൊമിനോറിൻ്റെ സൗണ്ട് നോക്കാം. ഇത് ഇനിഷ്യലിലെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഇനിഷ്യലിൽ വരുന്ന സൗണ്ട് കേട്ടോ. ഒരു ബാസി ഫീൽ നമുക്ക് ഇനിഷ്യലും കിട്ടുന്നുണ്ട്. റവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗണ്ട് എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് റവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൗണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ആളൊന്നുമില്ലാത്ത സ്പേസാണ്, അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ റവ് ചെയ്തെടുക്കണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ വണ്ടിയിൽ വരുന്ന സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിനി എന്തായാലും 1 by 1 ഓരോ വണ്ടി ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഗൈസ് നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡൊമിനോർ തന്നെ റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഡൊമിനോറിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ 800 mm ആണ് ഡൊമിനോറിൻ്റെ സീറ്റ് ഹൈറ്റ് പറഞ്ഞ കേട്ടോ. അതുപോലെ തന്നെ ഡ്യൂക്കിനും 800 mm ആണ് സീറ്റ് ഹൈറ്റ് പറഞ്ഞ കേട്ടോ. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ വെയ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് വെയ്റ്റ് നോക്കുമ്പോൾ രണ്ടും നമുക്ക് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ നമ്മുടെ ഡൊമിനോറിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 186 കേട്ടോ ഡൊമിനോറിൻ്റെ വെയിറ്റ് വരണം. ഡ്യൂക്കിൻ്റെ വെയിറ്റ് പറയുമ്പോൾ 156 കേട്ടോ ഡ്യൂക്കിൻ്റെ വെയിറ്റ് വരണം. ഡൊമിനോറിൻ്റെ വെയിറ്റ് വരുമ്പോൾ 186 വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 20-30 കിലോയോളം വെയിറ്റ് കൂടുതലാണ് നമ്മുടെ ഡ്യൂക്കിനെ അപേക്ഷിച്ച് ഡൊമിനോറിലോട്ട് വരുമ്പോൾ. പിന്നെ റൈഡിങ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ റൈഡിങ് കംഫർട്ടായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഡൊമിനോർ തന്നെയാണ് കേട്ടോ. കാരണം ഡൊമിനോർ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഡൊമിനോർ ഒരു ടൂറിങ് പർപ്പസ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബൾക്കി ഫീൽ തോന്നും കേട്ടോ. അതായത് നമുക്ക് എന്തൊക്കെയോ ഫ്രണ്ടിൽ ഉള്ളതുപോലെ ഒരു ഫീൽ തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ റൈഡിങ് കംഫർട്ട് കിട്ടുന്നത് ഡൊമിനോറിലാണ്. പക്ഷേ ഞാനൊരു ഡൊമിനോർ യൂസർ ആയതുകൊണ്ടാണ് എനിക്ക് റൈഡിങ് കംഫർട്ട് കൂടുതൽ ഡൊമിനോറിലും തോന്നണം കേട്ടോ. ഇപ്പോൾ ഡ്യൂക്ക് ഉപയോഗിക്കുന്ന ഒരാൾ ഡൊമിനോർ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ഡ്യൂക്കായിരിക്കും കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട് തോന്നുന്നത്. എനിക്കെന്തായാലും തോന്നുന്നതെന്ന് വെച്ചാൽ ഡൊമിനോറാണ് കുറച്ചുകൂടി റൈഡിങ് കംഫർട്ടിൽ പക്കയായിട്ട് തോന്നണം കേട്ടോ. പിന്നെ പവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും ഡ്യൂക്കിനായിരിക്കും കൂടുതൽ പവർ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്യൂക്ക് പവറിനുള്ള വണ്ടിയാണെങ്കിൽ ഡൊമിനോർ എന്ന് വെച്ചാൽ സ്പോർട്സ് ടൂറാണ് കേട്ടോ. അതായത് സ്പോർട്സിനും ടൂറിങ്ങിനും ഒരുപോലെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഡൊമിനോർ എന്ന് പറയുമ്പോൾ. ഡ്യൂക്ക് എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി പവറിന് വേണ്ടി ഇറക്കുന്ന വണ്ടിയാണ് കേട്ടോ. അതായത് KTM ബ്രാൻഡിന് പവറിന് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് ഡ്യൂക്ക് സീരീസ് എന്ന് വെച്ചാൽ. 125 ആയാലും 200 ആയാലും 250 ആയാലും 390 ആയാലും അത് തന്നെയാണ് കേട്ടോ. പവറാണ്, പവർ അതാണ് ഡ്യൂക്കിൻ്റെ ആ ഒരു നിയമമെന്ന് വെച്ചാൽ. പക്ഷേ നമ്മുടെ ഡൊമിനോറിലോട്ട് വരുമ്പോൾ വണ്ടിയിൽ സ്പോർട്സ് ടൂറർ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്യാവശ്യം ലോങ് പോകാനും പറ്റണം, നമുക്ക് അത്യാവശ്യം വെയിറ്റും കാണണം, എവിടെയെങ്കിലും അറിഞ്ഞുകൊണ്ട് നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റണം. പക്ഷേ അത് നമുക്ക് ഡൊമിനോറിൽ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ആരോഗ്യമുള്ളവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഡൊമിനോർ. പക്ഷേ ആരോഗ്യമില്ലാത്തവർക്കും പറ്റും കേട്ടോ. അതായത് നമ്മുടെ കൈക്ക് വണ്ടി ഇണങ്ങിയാൽ നമുക്ക് ഉറപ്പായിട്ടും ഡൊമിനോർ ഓക്കെയാണ്. നമ്മുടെ കൈക്ക് ഇണങ്ങിയാൽ ഏത് വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടി ആയാലും നമ്മുടെ കൈയുടെ താളം പറഞ്ഞാലും ഓക്കെ, നമുക്ക് ഏത് വണ്ടി ഓക്കെയാണ്. അതിപ്പോൾ സ്പ്ലെൻഡർ ആയാലും സൂപ്പർ ഡ്യൂക്ക് ആയാലും നമ്മുടെ കൈക്ക് ഇണങ്ങിയാൽ ഏത് വണ്ടി നമുക്ക് ഓക്കെയാണ് കേട്ടോ.
ഗ്യാസ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വണ്ടികളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ലിങ്ക് ഇട്ട് ജോയിൻ ചെയ്യണമുണ്ട്. അതുപോലെ നിങ്ങളും ജോയിൻ ചെയ്താൽ നമ്മുടെ ബൈക്ക് റിലേറ്റഡ് കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഡ്യൂക്ക് ഒന്ന് റൈഡ് ചെയ്യാം. ഗ്യാസ് ഡ്യൂക്കിലോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെയും സീറ്റ് ഹൈറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 800 mm ആണ് ഡ്യൂക്കിൻ്റെ സീറ്റ് ഹൈറ്റ് കേട്ടോ. പക്ഷേ ഡ്യൂക്കിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ വെറും 156 കിലോ ആണ് കേട്ടോ. അതായത് പവർ ടു വെയിറ്റ് റേഷ്യോ അതാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു നിബന്ധന എന്ന് വെച്ചാൽ ആ ഒരു പവർ കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് അവർ വെയിറ്റ് മാക്സിമം കുറച്ച് പവർ കൂട്ടി ഇറങ്ങുന്നത് കേട്ടോ. ഡ്യൂക്കിൻ്റെ ബ്രാൻഡിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പവറാണ് കേട്ടോ. പിന്നെ ഡ്യൂക്കിൻ്റെ റൈഡിങ് കംഫർട്ട് എന്ന് വെച്ചാൽ ഡ്യൂക്കിൽ അത്യാവശ്യം ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരിക്കും പോലെയാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഫ്രണ്ടിലോട്ട് ഇറങ്ങി നോട്ടിങ്ങനെ ഒരു ഫീലാണ് ഡ്യൂക്കിൽ കിട്ടണം. പക്ഷേ ഡൊമിനോറിലെന്ന് വെച്ചാൽ നമ്മളൊരു ഹിമാലയയിലൊക്കെ ഇരിക്കുമ്പോഴത്തെ ഒരു പൊസിഷനാണ്. അത് ഞാൻ ഹാൻഡിൽ റൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ ഹാൻഡിൽ റൈസറൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിൽ സ്റ്റോക്ക് ഹോൾഡറൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഡ്യൂക്കിലെന്ന് വെച്ചാൽ പവർ അത്രേ ഉള്ളൂ. പവർ നമ്മൾ ചുമ്മാ കൈ എടുത്താലും അതിനനുസരിച്ച് കാണാൻ കേട്ടോ. പക്ഷേ ഡൊമിനോർ എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ആലോചിക്കും. ഞാൻ കൈ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി കയറണോ വേണ്ടതെന്ന് ഡൊമിനോർ ആലോചിക്കും. പക്ഷേ ഡ്യൂക്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. കൈ കൊടുക്കുക നമുക്ക് കയറാം, ആ ഒരു ഡയലോഗാണ് ഡ്യൂക്കിലെന്ന് പറഞ്ഞ കേട്ടോ. പക്ഷേ ഡൊമിനോറിലെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ആലോചിക്കും, ഇത് നമുക്ക് കയറാൻ പറ്റൂല എന്ന് വണ്ടി ആലോചിച്ചിട്ട് കയറുള്ളൂ കേട്ടോ. അതാണ് ഡ്യൂക്കും ഡൊമിനോറും തമ്മിലുള്ള പവറിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ടോപ്പിൻ്റെ കാര്യത്തിലായാലും ഡ്യൂക്ക് പിടിച്ച് നിൽക്കും. പക്ഷേ സംടൈംസ് ഡൊമിനോറും അതിനനുസരിച്ച് കയറാറുണ്ട് കേട്ടോ. എല്ലാ സമയം ഡ്യൂക്ക് ജയിക്കുമെന്നല്ല, ഡൊമിനോറും അതിനനുസരിച്ച് കയറാറുണ്ട്, ഡ്യൂക്കും അതിനനുസരിച്ച് കയറാറുണ്ട്. അത്രയേ ഉള്ളൂ. രണ്ടും ഞാൻ പറഞ്ഞില്ലേ, രണ്ടും രണ്ട് സെഗ്മെൻറ്റാണ്. പവർ സെഗ്മെൻറ്റും ടൂറിങ് സെഗ്മെൻറ്റ് രണ്ട് സെഗ്മെൻറ്റാണ്. അതാണ് വണ്ടിയിൽ പറഞ്ഞ വ്യത്യാസം കേട്ടോ. ഇപ്പോൾ ഈ തേരിയൊക്കെ വണ്ടി പുല്ലുപോലെയാണ് കയറിയത് കേട്ടോ. അതായത് വണ്ടി സിമ്പിളായിട്ട് കയറുകയാണ് കേട്ടോ ഡ്യൂക്ക് എന്ന് വെച്ചാൽ. പക്ഷേ ഡൊമിനോർ എന്ന് വെച്ചാലും വണ്ടി ജസ്റ്റ് ആലോചിച്ചിട്ട് കയറും. അത് വലിയ ടൈമൊന്നുമില്ല, ഒരു 0.1 സെക്കൻഡൊക്കെയാണ് വണ്ടി ആലോചിക്കുന്നത് കേട്ടോ. അത്രയും ഒരു ചെറിയ ടൈമാണ് വണ്ടി ആലോചിക്കാനായിട്ട് എടുക്കണം. വലിയൊരു ടൈമൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ് പറയാനായിട്ടുണ്ടെങ്കിൽ. സോ ഗൈസ്, ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് ഡ്യൂക്കും ഡൊമിനോറും തമ്മിലുള്ള എൻ്റെ കണ്ണിലുള്ള ഒരു കമ്പാരിസൺ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. പറ്റുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റിലോട്ട് റിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അതൊരു ജെന്യൂൻ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇട്ട് ആ ഒരു കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്യൂക്കും ഡൊമിനോറും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. സോ നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.